ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മനക്കിലേക്ക് ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസമാണ്. നമ്മൾ ആ അതിഥിയെ കാണാൻ വേണ്ടി പോവാ അല്ലേ? അതെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സർപ്രൈസാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ആൾ വരാൻ പോവാണ്. ഞാൻ ഏറെ നാളായി കാത്തിരുന്നതാണ് കല്യാണത്തിന് ശേഷം ഒരു പുതിയ ആളെ ഞങ്ങളെ വീട്ടിലേക്ക് വരണമെന്ന്. ആൾ വരുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ നമുക്ക് ആളെ കാണാൻ പോവാം. ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പെരിന്തൽമണ്ണയുള്ള നിസ്സാൻ്റെ ഷോറൂമിലെത്തി. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവില്ലേ? അതെ, ഞങ്ങളൊരു കാർ വാങ്ങിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഷോറൂമെല്ലാം ചുറ്റി നടന്നൊന്ന് കണ്ടു. അങ്ങനെ അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ദേവേട്ടൻ അതൊക്കെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് കാർ എടുക്കണമെന്നൊക്കെ ഞങ്ങൾ വളരെ പെട്ടെന്നാണ് കേട്ടോ തീരുമാനിച്ചത്. ദേവേട്ടൻ മുൻകൂട്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് എല്ലാം കൺഫേം ആയിരുന്നു. ഇതാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്ന കാറ്. ഞങ്ങളുടെ ഫാമിലിയിലെ ന്യൂ മെമ്പറാണ്. ഒരു നീല കവറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളുടെ ന്യൂ കാർ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുതിയ കാർ. നല്ല ബ്ലാക്ക് കളറിൽ ഞങ്ങൾ പേരിട്ടിട്ടുണ്ട്. ബ്ലാക്ക് പാന്തർ എന്നാണ് ഞങ്ങൾ കൊടുത്ത പേര്. ഞങ്ങളുടെ പാന്തറിന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. കണ്ടോ എന്താ ലുക്ക് അല്ലേ? അപ്പോൾ ഞങ്ങളിന്ന് ബ്ലാക്കൊക്കെ ഇട്ട് വന്നതിൻ്റെ ഒരു പിന്നിലുള്ള കാര്യം ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി പുറത്തേക്ക് ഇറക്കുകയാണ്. ഹിജുവേട്ടനാണ് വണ്ടി ഓടിച്ചത് കേട്ടോ. ആദ്യമായിട്ട് ഹിജുവേട്ടനാണ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഗിയറൊക്കെ മാറ്റി ആദ്യത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. മുഖം കണ്ട സന്തോഷം ചിരി. എന്താ ചിരി? ദേവേട്ടൻ്റെ ആരാധകരുടെ യാത്ര. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ ആദ്യത്തെ യാത്ര. നല്ല സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ദേവേട്ടനോട് എന്തായാലും ചിലവ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ട്രീറ്റ് തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഇങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. വണ്ടി കടിക്കാൻ പോകുന്നത്
റുപ്യ അടിച്ചാൽ പോരാ, ഞാൻ 5000 അടിക്കണം എന്ന് വിചാരിച്ചു. എൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ വെറും 100 രൂപ. എൻ്റെ ബൈക്കിൽ 2000 രൂപ അടിക്കാൻ പറ്റും. പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. അമ്മ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അമ്മ കവറ് ഫുള്ള് പിടിച്ചിട്ട് ഐശ്വര്യമുള്ള ആൾക്കാർ എന്താണ് ഗിഫ്റ്റ് ബോക്സിനകത്ത് അറിയാൻ വേണ്ടി ആദ്യത്തിന് ഭയങ്കര ചോക്ലേറ്റ് കൊടുക്കാട്ടോ, ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റ് പപ്പയ്ക്ക് ആദ്യം മാതൃകയായിരിക്കും. പപ്പടം ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ദയവായിട്ട് ഞങ്ങൾ തന്നെ KFC-ലോട്ടാണ് കൊണ്ടുപോയത്. KFC-യിൽ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സന്തോഷം വീണ്ടും ഇരട്ടിയായി. നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ. ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നൊരു കാര്യമാണ് നമുക്കൊരു വണ്ടി മേടിക്കണം എന്നുള്ളത്. നമ്മൾ കുറേ മുമ്പ് നമുക്കങ്ങനെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ഒത്തുകിട്ടിയ സമയം, അല്ലെങ്കിൽ നമ്മുടെ മാത്രമായിട്ടൊരു വണ്ടി എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. നമുക്ക് ആവശ്യങ്ങൾക്കൊക്കെ വണ്ടികളുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ വണ്ടിയൊക്കെ കിട്ടാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മാത്രമായിട്ടൊരു വണ്ടി എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും, എൻ്റെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കയ്യിൽ കുറച്ച് നമുക്ക് അതിന് പറ്റുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ അതിൽ നിന്നും കിട്ടിയ ഒരു ഐഡിയയിൽ നിന്നും നമ്മൾ നിസാനിൻ്റെ മാഗ്നറ്റ് എന്നുള്ള വണ്ടി എടുത്തു. ഞാൻ വണ്ടിയെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം നമ്മൾ വണ്ടി കിട്ടിയിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കിഷ്ടപ്പെട്ട കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ മോഡൽ. ഞാൻ മാർക്കറ്റിലുള്ള 2-3-4 വണ്ടി നമ്മുടെ ഒരു ബഡ്ജറ്റ് നോക്കണമല്ലോ, നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ നോക്കിയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന വണ്ടികളിൽ കുറച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് നിസാൻ മാഗ്നറ്റാണ് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയത്. എനിക്ക് വേണ്ട ഒരു സൈസും എനിക്ക് വേണ്ട ഒരു ഫീച്ചേഴ്സൊക്കെയുള്ള, എനിക്ക് വേണ്ട എന്താ പറയുക, നമ്മുടെയൊക്കെ മനസ്സിലൊരു ഷേപ്പ് ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയുടെ ഒരു ഷേപ്പ്, അതൊക്കെയുള്ള ഒരു വണ്ടി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിസാൻ മാഗ്നറ്റ് സെലക്ട് ചെയ്തത്. ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് പൊതുവേ ബ്ലാക്ക് വണ്ടികളോടാണ് താല്പര്യം. അത് എൻ്റെ ബൈക്കായിക്കോട്ടെ, എൻ്റെ ഭാര്യയുടെ ബൈക്ക് മേടിക്കാൻ പോയപ്പോഴായിക്കോട്ടെ ഞാൻ ബ്ലാക്ക് തന്നെ മേടിക്കണം എന്ന് അവളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവളെ ഞാൻ പറഞ്ഞ് കേൾക്കാതെ വൈറ്റ് മേടിച്ചു. എനിക്ക് പൊതുവേ ബ്ലാക്ക് വണ്ടികളോട് തന്നെയാണ് താല്പര്യം. എനിക്ക് ബ്ലാക്ക് താർ മേടിക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇനിയും ഞാൻ വാങ്ങാൻ പോകുന്ന വണ്ടികളെല്ലാം ഒരുവിധം ബ്ലാക്ക്. ഇപ്പം ഞങ്ങൾ അതിൽ ചെയ്യേണ്ടതായ കുറച്ച് അർജൻറ്റ് വർക്കുകളുണ്ട്. നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യേണ്ടതായ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെരുന്തൽമണ്ണ കാർ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കണ്ട ഒരു പേജാണ് കാർ സ്പോട്ടിൻ്റെ. ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് സംഭവങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ചെറിയ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകാം, അതാണ് അടുത്ത പരിപാടി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് വണ്ടി മേടിച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്കങ്ങനെ വണ്ടീനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അത്യാവശ്യം എന്തിനെ പറ്റിയാണ് ഐഡിയ ഉള്ളത്? വണ്ടിയുടെ മൈലേജ്, വണ്ടിയുടെ കളർ, അങ്ങനെ അതൊക്കെ എനിക്ക് അറിയുള്ളൂ. മൈലേജ് ഒക്കെ അറിയോ? അതൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊരു വണ്ടി, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു കാർ മേടിക്കണം എന്ന് എല്ലാവരുടെയും സ്വപ്നമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു കാർ വാങ്ങിച്ചു. അപ്പോൾ ദേവേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് ഡിസ്കസ് ചെയ്തിട്ടാണ് കാറിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തത്. കാർ വാങ്ങിയത് ഞാനല്ല. അപ്പോൾ ഇങ്ങനെ കാർ മേടിക്കാനുള്ള പ്ലാന്, അത് കഴിഞ്ഞ് കാറിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എനിക്കിങ്ങനെ അയച്ചു തരും, എന്നോട് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ പറയും ദേവേട്ടന് ഇഷ്ടമുള്ളത് തന്നെ നോക്കി വാങ്ങിച്ചോ. കളറൊക്കെ ഞാൻ നോക്കി അഭിപ്രായം പറയാമെന്നല്ലാതെ എനിക്കതിൽ അപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല എന്താ പറയുക, ഈ കാറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ട് ടെസ്റ്റ് ഡ്രൈവിന് വീട്ടിലോട്ട് കാറ് വന്നപ്പോൾ എനിക്ക് ഓഫീസിൽ വന്ന അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊട്ടിട്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ നിസാൻ മാഗ്നറ്റിൻ്റെ കാറ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് അങ്ങനെ നോക്കാമല്ലോ.
എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാറ് മാത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഞാൻ ആ കാറൊന്ന് ശരിക്കും കാണുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമായി, കാരണം നല്ല ഭംഗിയുള്ള വണ്ടിയാണ്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇനി ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് യാത്ര ദയവായിട്ട് ഇത്രയും കാലം നൈസിൽ വണ്ടി വന്നിട്ട് നമുക്ക് യാത്രകൾ പോകാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നൊരു സംശയമുണ്ട്. ആ സംശയം ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ഥിരീകരിക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഹാപ്പിയാണ്, ആദ്യം ഹാപ്പിയാണ്. ദയവായി ആരാണ് വണ്ടി വാങ്ങിയത്? ആരാണ് വണ്ടിയുടെ കീ ഏറ്റു വാങ്ങിയത്? വണ്ടിയുടെ പെട്രോൾ ഇനി തൊട്ട് ആരടിക്കും? അതറിഞ്ഞാൽ മതി. നീ എവിടുന്ന് അടിക്കും? എങ്ങനെ? അങ്ങനെ ചില്ലറ വർക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ രാത്രിയായി. പിറ്റേന്ന് കാലത്ത് തന്നെ മണിയമ്പത്തൂർ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് ഞങ്ങൾ വണ്ടി പൂജിച്ചു. പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ വണ്ടി പുറത്തോട്ട് എടുക്കുക, അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വണ്ടി ഇനി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക്